സവാള ഗിരി 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 ഗിരി. സവാള ഗിരി 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 ഗിരി. താനൊന്നും മിണ്ടാതിരിക്കണ്ട. ഈ വാർപ്പിന്റെ കോൺസെൻട്രേഷൻ പോണൊന്ന്. പിന്നെ വാർപ്പിന് പരീക്ഷ എഴുതല്ലേ, പണി എടുക്കണോ? ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു ഗോഡ്സ് ആൻഡ് ഫാമിലി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കുട്ടികളുമായിട്ടൊരു പിക്നിക് പോകുന്ന വീഡിയോ ആണ്. പിക്നിക്കിന്റെ തലേ ദിവസത്തെ ബിഹൈൻഡ് ദ സീൻസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അരിയലും പറക്കലും വെട്ടലും കഴുകലും എല്ലാം. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ അതെ, ഇതാണ് എൻ്റെ പിക്നിക് ഔട്ട്ഫിറ്റ്. സാരി ഒന്നും ഉടുക്കാൻ കഴിഞ്ഞില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ല പനിയായിരുന്നു കേട്ടോ തലേന്ന്. അപ്പോൾ പിന്നെ സാരിയും കൂടെ ഉടുക്കാൻ എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഈ കുട്ടികളെല്ലാം തന്നെ റെഡിയായി അടിപൊളിയായി കളർ ഡ്രസ്സ് എല്ലാം ആയിട്ട് സെറ്റായിരിക്കുകയാണ്. അപ്പോഴും അവിടെ പാചക കാര്യങ്ങളെല്ലാം നടക്കുന്നേ ഉള്ളൂ. അതെന്താന്ന് വെച്ചാൽ നമ്മൾ കുട്ടിയുടെ കാര്യത്തിൽ ഒരിക്കലും നമുക്ക് റിസ്ക് എടുക്കാൻ കഴിയില്ലല്ലോ. കുട്ടികൾക്ക് നമ്മൾ ഏറ്റവും നല്ല ബെസ്റ്റ് ഫുഡ് തന്നെ കൊടുക്കണം. അപ്പോൾ കുട്ടികൾക്കുള്ള മുഴുവൻ ഫുഡും തയ്യാറാക്കുന്നത് നമ്മുടെ ദിനേശ് സാറും മറ്റ് സ്റ്റാഫ് അംഗങ്ങളും ചേർന്നാണ്. അപ്പോൾ അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് ആണ് നിങ്ങൾ കണ്ടത്. അങ്ങനെ നമ്മുടെ ടീച്ചേഴ്സും കുട്ടികളും ഒക്കെ ബസ്സിൽ കയറി അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. നമ്മുടെ ടീച്ചേഴ്സ് എല്ലാം ഉണ്ട്. ബസ്സിൽ കയറി കഴിഞ്ഞാൽ പിന്നെ കുട്ടികളൊരു ഡാൻസ് അത് നിർബന്ധമല്ലേ. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തി ഗൈസ്. അപ്പോൾ സ്ഥലം ഏതാണെന്ന് അറിയണ്ടേ? ഇത് മാംഗോ വില്ലേജ് റിസോർട്ട്. ഇത് ആന്ധ്രാപ്രദേശിൽ വിജയനഗരം ജില്ലയിൽ മാമ്പഴത്തോട്ടങ്ങളുടെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതി രമണീയമായൊരു റിസോർട്ടാണ്. നഗരത്തിരക്കുകളിൽ നിന്നെല്ലാം മാറി പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മസ്റ്റായും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് ഇത്. കുട്ടികൾക്ക് ഈ യാത്ര എന്ന് പറയുന്നത് ഒരു എനർജി ബൂസ്റ്റിംഗ് സംഭവം തന്നെയാണ്. കാരണം പഠനത്തിൽ നിന്നൊരു ചെറിയ ഇടവേള എടുക്കുന്നത് അവരെ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കുമെന്നാണല്ലോ സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. മാത്രമല്ല, ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യുന്നതിലൂടെ തന്നെ അവരുടെ പകുതി സ്ട്രെസ്സും കുറയുമല്ലോ. ഈ റിസോർട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ റിസോർട്ട് മൊത്തം മാംഗോ ട്രീസ് ആണ്. മാംഗോ ട്രീസ് എന്ന് പറഞ്ഞാൽ ഏക്കർ കണക്കിന് മാംഗോ ട്രീസ് ആണ്. ഫുൾ മാംഗോ ട്രീസ്, വേറെ ഒരു ട്രീസും അതിനിടയിൽ ഒന്നും ഇല്ല. മാംഗോ സീസൺ ആകുമ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ലായിരിക്കും അല്ലേ. നിറയെ മാവ് നിറയെ മാങ്ങ ആയിരിക്കും. അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ്. എന്തായാലും ഞങ്ങൾ പോയപ്പോൾ മാംഗോ സീസൺ അല്ലായിരുന്നു. കാരണം ഇനി മാംഗോ സീസൺ ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ആ കാഴ്ച കാണാൻ കഴിഞ്ഞിട്ടില്ല. കുട്ടികൾ അവിടെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് സ്വിമ്മിംഗ് പൂള്, അതുപോലെ റെയിൻ ഡാൻസ്, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ആയിരുന്നേ. പിന്നെ വെള്ളം കണ്ട കുട്ടികൾക്ക് ഭ്രാന്താണ്. എന്നാലും വന്ന പാടെ ഞങ്ങൾ ടീച്ചേഴ്സ് എല്ലാം കൂടെ ഒരു ഫോട്ടോ എല്ലാം എടുത്തു. എല്ലാ ടീച്ചേഴ്സും ഇല്ല, കാരണം അവർ കുട്ടികൾക്കുള്ള സ്നാക്സ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്ന തിരക്കിലായിരുന്നു, കുട്ടികളെ ശ്രദ്ധിക്കുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ എന്തായാലും ലഞ്ച് ബ്രേക്ക് ആയിട്ടുണ്ട്. കുട്ടികൾക്ക് ലഞ്ചിനായിട്ട് കൊടുത്തിട്ടുള്ളത് കുട്ടികളുടെ എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള ദിനേശ് സാറിൻ്റെ നല്ല സ്പെഷ്യൽ ബിരിയാണിയാണ്, ചിക്കൻ ബിരിയാണിയാണ്. പിന്നെ വെജായിട്ടുള്ള കുട്ടികൾക്ക് വെജ് ബിരിയാണി ഉണ്ടായിരുന്നു. പിന്നെ ഐസ്ക്രീം, സ്നാക്സ്, കുട്ടികൾക്കൊരു ഫുൾ ഡേ പാക്കേജ് തന്നെ ആയിരുന്നു കേട്ടോ. കുട്ടികളെല്ലാം തന്നെ വളരെ എൻജോയ് ചെയ്ത ഒരു ട്രിപ്പായിരുന്നു ഇത്, കുട്ടികളോടൊപ്പം ഞങ്ങളും. കാരണം ഇത്രയും നാൾ എൻ്റെ ടീച്ചേഴ്സിൻ്റെ കൂടെ ഒരു വിദ്യാർത്ഥിയായിട്ട് ട്രിപ്പിന് പോയ അനുഭവങ്ങൾ മാത്രമാണ് എനിക്കുള്ളത്. എനിക്ക് ഇതൊരു വലിയ എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ 9ാം ക്ലാസ്സിലെ തരുണി മണികൾ. അങ്ങനെ ഒരു ദിവസം എത്ര പെട്ടെന്നാണ് പോയതെന്ന് അറിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.